പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ സുപ്രധാന കരാറിലേർപ്പെട്ട് ഇന്ത്യയും യുഎഇയും ഡിജിറ്റൽ രംഗത്തുൾപ്പെടെ ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിക്കും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ച് പ്രവർത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യ നിക്ഷേപ രംഗത്ത് പുതിയ പ്രതീക്ഷയെന്ന് നരേന്ദ്രമോദി പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ ഖത്തർ സന്ദർശനം വിജയകരമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവും അറിയിച്ചു. The topics of discussion included a wide range of areas of bilateral cooperation, including trade partnership, investment cooperation, energy partnership, issues engaged in regional security, cultural affinity, and people-to-people ties. In this, when the two leaders spoke, they spoke about the need for strategic investments and strategic partnership in the field of energy and technology, and to proceed beyond the bilateral relationship. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. വിവരങ്ങളുമായി അൻവർ പാലേരി ചേരുന്നുണ്ട്. അൻവർ, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ സുപ്രധാന കരാറിൽ ഏർപ്പെടുമ്പോൾ അത് ഇന്ത്യക്ക് ഏത് തരത്തിൽ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഏതൊക്കെ സുപ്രധാന കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിരിക്കുന്നത്? പ്രവിത, തീർച്ചയായും നരേന്ദ്രമോദിയുടെ ഗൾഫ് സന്ദർശനം ഇന്നലെ UAE സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹം ദോഹയിൽ എത്തിയത്. UAEയിൽ നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. ഡിജിറ്റൽ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കാനും ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടർ ക്ലസ്റ്റർ, ഡാറ്റാ സെന്റർ എന്നിവ സ്ഥാപിക്കുന്നതുൾപ്പെടെ വിവിധ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഏർപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനത്തിനിടെ ഉണ്ടായ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം ഇത് തന്നെയാണ്. അതുപോലെ ഇന്ത്യയിലെയും UAEയിലെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഇതിനായി സഹകരിക്കാൻ ധാരണയിലെത്തിയിട്ടുണ്ട്. UAE നിക്ഷേപ മന്ത്രാലയം ഇന്ത്യയുടെ IT മന്ത്രാലയവുമായാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഗുജറാത്തിൽ നാഷണൽ മരീടൈം ഹെറിറ്റേജ് കോംപ്ലക്സുമായി UAE സഹകരിക്കും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. വൈദ്യുതി കൈമാറ്റം, വ്യാപാരം എന്നിവയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി. പ്രവിത, അതിനുശേഷം ഖത്തറിലെത്തിയ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഇന്നലെ സ്വീകരിച്ചു. അതിനുശേഷം ഖത്തർ വിദേശകാര്യ മന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. അതിനുശേഷം ഇന്ന് ഏതാണ്ട് ഒരു 12 മണിയോടുകൂടിയാണ് അദ്ദേഹം ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയത്. സുപ്രധാന നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഗൾഫ് സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് അൻവർ പാലേരി നൽകിയത്.